ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. രാവിലെ തന്നെ ഒരു 5:50 ഒക്കെ ആയപ്പോൾ എണീറ്റ് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ തീർത്തു. എന്തായാലും കുറച്ചൊരു മന്ദപ്പ് ഉണ്ടാകും, കാരണം എന്നും എണീക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഏർലി ആയിട്ട് എണീക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മന്ദപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ കുളിച്ച് മാറ്റാനുള്ള പുതിയ ഡ്രസ്സൊക്കെ എടുത്തിരുന്നു. അപ്പം ഇതാണ് എൻ്റെ കുളിച്ച് മാറ്റാനുള്ള എടുത്ത ഡ്രസ്സ്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് ഒരു 6 o'clock ആയപ്പോഴാണ് കിച്ചണിലേക്ക് വന്നത്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 5:15 എണീറ്റിട്ടുണ്ടെങ്കിലും വേഗം ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് 6 o'clock കിച്ചണിൽ വന്നു. വേഗം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കുക്കിംഗ് എനിക്കുള്ള മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടാകും. അപ്പം ഞാൻ സമൂസൻ്റെത് ഒക്കെ ഇന്നലെ തന്നെ നൈറ്റിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തീന് കാര്യങ്ങൾ ഒക്കെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് രാവിലെ മാവെടുക്കുന്നു, പരത്തുന്നു, നിറയ്ക്കുന്നു, അത്ര പണിയുള്ളൂ. പിന്നെ ഉമ്മ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊറിക്കുമ്പോഴത്തേന് എല്ലാവർക്കും പള്ളിയിൽ പോകാനുള്ള ടൈമൊക്കെ ആകുമ്പോഴത്തേന് സാധനം എല്ലാം ടേബിൾ മേൽ സെറ്റായിരിക്കും. അപ്പം ഞാനിതാ ഇത് ഇങ്ങനെ ആക്കുന്നുണ്ട്. ഉമ്മ ചായൻ്റെ പണികളായിട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഓരോ പണികളൊക്കെ തീർക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പണി കാര്യങ്ങളൊക്കെ കഴിയും. ഓരോ പള്ളിയിലും ഓരോ ടൈമിലാണ്. 7 o'clock പള്ളിയുണ്ട്, 7:30 ഉണ്ട്, 8 ഉണ്ട്, 8:30 ഉണ്ട്. അങ്ങനെ ഓരോ പള്ളിയിലും ഓരോ നേരമാണ്. ഓരോരുത്തരും ഓരോ പള്ളിയിലാണ് പോവാറുള്ളത്. അപ്പം അതിനെക്കൊണ്ട് എല്ലാവരും ചിലർക്ക് നേരത്തെ പോകണം, ചിലർക്ക് ലേറ്റായിട്ട് പോയാൽ മതി. ഇന്നലെ നൈറ്റ് വരുമ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. ഷോപ്പ് ഒരു 2:30 3 o'clock അങ്ങനെ എന്തോ ആണ് പൂട്ടിയെന്ന് പറഞ്ഞത്. പക്ഷേ ആൾ വീട്ടിലെത്തുമ്പോൾ 4:30 5 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ 5:30 എണീക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടിട്ടല്ലേ. നല്ല ലേറ്റായിട്ടാണ് വന്നത്. അതിനെക്കൊണ്ട് ഞാൻ അപ്പം തന്നെ വിളിച്ചുണർത്തിയില്ല, കുറച്ച് ലേറ്റായിട്ടാണ് വിളിച്ചുണർത്തിയത്. അപ്പം ഞാനിതാ എൻ്റെ ഓരോ പണികളായിട്ട് പെട്ടെന്ന് തന്നെ തീർക്കട്ടെ. സമൂസൻ്റെ പണി തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത പണിയെടുക്കാൻ പോകാൻ. ഇനി പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുവരെ ഇൻട്രോ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഇൻട്രോ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഓരോരുത്തർ ചായ കുടിച്ച് റെഡി ആവലും കാര്യങ്ങളൊക്കെ തീർത്ത് ഓരോരുത്തർ പള്ളിയിൽ പോകാൻ തുടങ്ങി. വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ച് പള്ളിയിൽ പോയി. പിന്നെ ഞങ്ങളെ പണികളൊക്കെ തീർത്തു. പിന്നെ ബിരിയാണീൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തു. മീൻ പൊരിക്കാനും ചിക്കൻ പൊരിക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. പൂക്കില്ലാണ്. അപ്പോൾ രാവിലെ ഈ മാറ്റലും കാര്യങ്ങളും ഇല്ലാത്തത് നമുക്കിന്ന് അറവുണ്ട് വീട്ടിൽ. അപ്പോൾ അറവുള്ളതുകൊണ്ട് തന്നെ എന്തായാലും കാര്യങ്ങളൊക്കെ ലേറ്റാവും. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മതിയല്ലോ എന്നുള്ളതിൽ 12:30 12:30 ആകുമ്പോഴത്തേന് അറവുകാർ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എല്ലാവരും ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ തീർക്കണം. കാരണം അത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം എല്ലാവരും കൂടി ഇരുന്ന് നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത്, പിന്നെ ഫിഷ് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഫുഡ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിച്ചു. പിന്നെ എല്ലാവരും അറുകാരെയും കാത്ത് ഇങ്ങനെ നിന്നു. ഓടുവാ കമിയർ തലല്ലേ. പന്ത്രണ്ട് മണിക്കൊക്കെ വരുമെന്ന് പറഞ്ഞ ആൾക്കാർ 1 മണിയായിട്ടും 1:30 ആയിട്ടും 2 മണിയായിട്ടും 3 മണിയായിട്ടും ഒന്നും കണ്ടില്ല. 3:30 വരെ വെയിറ്റ് ചെയ്തു. പിന്നെ ആരും ഒന്നും നോക്കിയില്ല. കാരണം ഇനി ഓരോ നോക്കിയിട്ട് കാര്യമില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഓരോ കഥകളും ഓരോ കഥകൾ എന്തൊക്കെയോ പറയാം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് വേറെ ആൾക്കാരെ കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലായി. പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു ഇതാണല്ലോ. കാരണം എല്ലാവർക്കും ബുക്കിങ്ങും കാര്യങ്ങളും ഓരോ ടൈമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ ബ്രദർ പോയി എവിടുന്നോ ആൾക്കാരെ കിട്ടി. പിന്നെ ഓരോ പേരിലും ഓരോട് ഡീല് സംസാരിക്കലും ഓരോട് വർത്താനം പറയില്ല ഒക്കെ കൂടി കഴിഞ്ഞ് നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു.
4:45 അറവ് സ്റ്റാർട്ട് ചെയ്തപ്പം. എന്നാലും ഇപ്പം പറയേണ്ട ആവശ്യമില്ല, എങ്ങനെയായാലും 9 മണി കണക്കാണ്. കാരണം ഇത് എല്ലാ പണികളും തീർക്കണമല്ലോ, കട്ടിങ്ങും ഒക്കെ കഴിയണമല്ലോ. അപ്പോൾ എന്തായാലും ലേറ്റ്. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഏതായാലും തീരുമാനമായിട്ടുണ്ട്. അവിടെയും ഇവിടെയൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എല്ലാ പ്ലാനുകളും ക്ലോസ് ആയിട്ടുണ്ട്. പിന്നെ ഒന്നും നടക്കൂല. കുറഞ്ഞല്ലേ എടാ എത്ര മണിക്കാ തുടങ്ങിയ പിന്നെ എല്ലാ പീസും കട്ട് ചെയ്ത് എല്ലും കഷ്ണങ്ങളും ഒക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് പിന്നാണ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുക. ചിലർ ഈ കട്ട് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ പാക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആകുമ്പോഴാണ് എല്ലാവർക്കും ഒരുപോലെ പീസും എല്ലും ഒക്കെ കൂടി മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. മറ്റേത് എന്തായാലും ചിലർക്ക് ഇറച്ചി മാത്രം കിട്ടും. ഫസ്റ്റൊക്കെ ഇറച്ചി ഇങ്ങനെ മാത്രമല്ല കട്ട് ചെയ്തെടുക്കുക, എല്ലൊക്കെ പിന്നെ ലാസ്റ്റിലേക്കല്ല. അപ്പോൾ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വേണം പാക്ക് ചെയ്യാൻ. അപ്പോൾ ഓരവിടെ കട്ട് ചെയ്തിരിക്കുന്ന നേരം കൊണ്ട് ഞാൻ കവറൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാക്കിങ്ങും ഇതൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. എന്തായാലും ലേറ്റ് ആവുന്ന കാര്യത്തിൽ തീരുമാനമായതുകൊണ്ട് ഇനിയിപ്പം അതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പം ഞാൻ ഈ കവറും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി സെറ്റാക്കുമ്പോൾ പിന്നെ പാക്കിങ്ങും പിന്നെ തൂക്കാനുണ്ട്, പാക്കിങ് ഉണ്ട്, അത് എണ്ണാനുണ്ട്, പിന്നെ എത്ര ആൾക്കാർ നോക്കിയിട്ട് അത് ഷെയർ ചെയ്യാനുണ്ട്, അങ്ങനെ എല്ലാ പണികളും ഉണ്ട്. അപ്പം പിന്നെ ഓരോന്ന് ടൈം ആവുന്നതിനനുസരിച്ച് ഇങ്ങനെ വെല്ല ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാനുള്ള നേരവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇപ്പം തന്നെ 10 മണിയായിട്ടുണ്ട്. അപ്പം ചിക്കനല്ലല്ലോ ബീഫ് എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ക്ലീനിങ്ങും കഴിഞ്ഞു, ഓൾമോസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഒന്ന് ഫ്രഷായി. ഇനി നമുക്ക് പെട്ടെന്ന് മാറ്റാം. ഷാ എവിടെ കൊടുക്കാൻ പോയിട്ടുണ്ട്. പോയി വന്നു കഴിഞ്ഞാൽ മാറ്റുന്നു, പോകുന്നു. വീട്ടിൽ പോകണം. ഫുഡ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ള പ്ലാനാണ്. കാരണം ഞാൻ എന്തായാലും ഇതിൻ്റെ പണികളൊക്കെ കഴിയുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. ഓർക്ക് എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് എന്തായാലും നമ്മളെ ഫുഡിന് ഇപ്പം ഇതാക്കേണ്ട എന്നുള്ള ലെവലിൽ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുഡൊന്നും വേണ്ട. അപ്പം നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പോയിട്ട് ഫുഡും കഴിച്ച് നേരെ വീട്ടിൽ പോവാം. അതിൻ്റെ ഇടയിൽ ആനീൻ്റെ വീട്ടിൽ കയറിയിട്ട് അവിടെ കൊടുക്കാനുണ്ട്. അപ്പം അതാണ് നമ്മളെ പരിപാടി. അപ്പം പെട്ടെന്ന് തന്നെ റെഡി ആവട്ടെ കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ന്യൂ ഡ്രസ് ഞാൻ നാളത്തെ കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഈ ലൈറ്റിങ്ങിൽ നല്ലൊരു ചുരിദാർ ഞാൻ കാണിച്ചു തരാം. ഞാൻ റെഡിയായി ഏകദേശം ആയപ്പോൾ പിന്നെ ഷാ വന്നു. പിന്നെ ഷാ ഫ്രഷ് ആവലും കാര്യങ്ങളും മാറ്റലൊക്കെ കഴിഞ്ഞ് 2-3 ഫോട്ടോസ് എടുത്ത്. എങ്ങനെയാണ് പെരുന്നാളിന് ഫോട്ടോസ് എടുക്കാതൊക്കെ ഒരു സങ്കടമുള്ള കാര്യമില്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഫോട്ടോസ് എടുക്കണം. അപ്പോൾ പെട്ടെന്ന് മാറ്റിയതുകൊണ്ട് അങ്ങനെ 2-3 ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ. പിന്നെ കൂടുതൽ നമുക്ക് സിംഗിൾ ആയിട്ട് അങ്ങനെ ഒന്നും എടുക്കാനുള്ള പുറത്ത് പോയി എടുക്കണമെന്നൊന്നും കഴിയില്ലല്ലോ. രാത്രിയായില്ലേ. നമ്മൾ പോകുകയാണ്. സമയം 10:45. റോട്ടുമ്മലൊന്നും ആരുമില്ല. ഇങ്ങനെ ഇറച്ചി പൊതി കൊടുക്കാൻ പോണവർ മാത്രമല്ലാണ്ട് ആരുമില്ല. അത്രയും ലേറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ആൻറ്റീൻ്റെ വീട്ടിൽ പോയി അവിടെ വേഗം കയറി സാധനം കൊടുത്തു. പിന്നെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ഫ്രണ്ടിനും കൊടുക്കാനുള്ളത് കൊടുത്ത് നേരെ പോയത് ഹൈലൈറ്റിലേക്കാണ്. ഹൈലൈറ്റിലെ ബിസിനസ് പാർക്കിലുള്ള ഹഗ്ഗമഗ്. അത് പിന്നെ 24 hours ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. വീട്ടിൽ പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കാം. പിന്നെ ഞങ്ങൾക്കൊരു മീൻ ടൈം വേണമല്ലോ. ഞങ്ങൾക്കൊരു ടൈം വേണമല്ലോ. ഇതൊക്കെ ആകുമ്പം നമുക്ക് പേഴ്സണലായിട്ടൊരു ടൈം വേണമെന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അത് എല്ലാ പ്രാവശ്യവും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാറുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടികളും ഇതൊക്കെ പണികളൊക്കെ തീർന്നു വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആയിട്ട് പെരുന്നാൾ ഡ്രസ്സെങ്കിലും ഇടണ്ടേ, എവിടെയെങ്കിലും പോയി ഫോട്ടോസൊക്കെ വേണ്ടേ. അതിനെക്കൊണ്ട് തന്നെ ഒന്ന് ഹൈലൈറ്റിൽ ബിസിനസ് പാർക്ക് പോയി ഹഗ്ഗമഗ് പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ്
ട്രൈ ഐറ്റമാണ് അവിടുത്തെ മിൽക്കി ബാർ. അതിൽ ഐസ്ക്രീമും വിത്ത് ഐസ്ക്രീമും ഉണ്ട്, വിത്തൗട്ട് ഐസ്ക്രീമും ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും കഴിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഹഗ്ഗാമക്കിൻ്റെ ഏത് ഔട്ട്ലെറ്റ് പോവുകയാണെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞങ്ങളിത് എല്ലാ പ്രാവശ്യം അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ലോഡഡ് ഫ്രൈസും അതേ കഴിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ പിന്നെ ഒന്നാമത് ലേറ്റായി, മൂഡും കാര്യങ്ങളൊക്കെ വേറെ ഏതോ മൂഡാണ്. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് കട്ടുമ്പോൾ കിടന്നാൽ മതി. കാരണം അത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ പണി. പിന്നെ ഇത്രയും നേരത്തെ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ നമുക്കൊരു ടൈം വേണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നത്. വീട്ടിൽ പോകണമെന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ആ ഒരു പ്ലാനൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി ഹഗ്ഗാമക്കിനൊക്കെ. പിന്നെ അവിടെ അന്ന് ഫ്രണ്ട്സും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ആരും കിട്ടിയില്ല. കാരണം എല്ലാവരും ഇതാകുമ്പം അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ബിസി ആയിരിക്കും. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരും കാത്തിരിക്കണം. ആദ്യം ഇതേമാതിരി ഫ്രണ്ടും വൈഫും മക്കളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായത് ഞങ്ങൾ എന്തായാലും ലേറ്റ് ആവും, ആരും ഞങ്ങളെ കാത്തിക്കണ്ട എന്നുള്ളതുകൊണ്ട് ആ പ്ലാനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത്. അങ്ങനെ അവിടുന്ന് നല്ല അടിപൊളി ലോഡഡ് ഫ്രൈസും മിൽക്കി ബാർ അതാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ആരെങ്കിലും അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്താണ് ഇപ്പോൾ പറയുക, ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളതല്ല, വേറൊരു ലെവലാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇനി കിടന്നുറങ്ങണം. നാളെ സ്ലോ ഡേ ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു പണികളും ഇല്ല, ഒരു പ്ലാനും ഇല്ലാത്തൊരു ദിവസമാണ് നാളെ. അപ്പം നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അവിടെ പോകണ്ട, പെട്ടെന്ന് ഇവിടെ പോകണ്ട, ഒന്നുമില്ല. അപ്പോൾ വീട്ടിലെത്തി ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 12:45 ഇനി വേഗം കിടന്നുറങ്ങുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.